കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്ന് ഒന്ന് വായിച്ചു നോക്കിയ മക്കളെ. ദ ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ടുവേർഡ്സ് SN2 ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ 2-bromo 2-methyl butane. അതായത് 2-bromo 2-methyl butane എന്ന് പറഞ്ഞാൽ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം 4 കാർബണുള്ള ചെയിൻ ആണ് അല്ലെ, 4 കാർബണുള്ള ചെയിൻ. 2-bromo 2-methyl, രണ്ടാമത്തെ കാർബണിൽ Br ഉണ്ട്, അതുപോലെ രണ്ടാമത്തെ കാർബണിൽ മീഥൈലും ഉണ്ട്. മീഥൈൽ 2-bromo 2-methyl ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ ഈ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ 3 കാർബണിലേക്ക് ബോണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ടെറിഷറി ഹാലൈഡ് ആണ്. എന്താ ഹാലൈഡാണ്? ടെറിഷറി ഹാലൈഡ് ആണ്. എന്നാൽ രണ്ടാമത്തെ കോമ്പൗണ്ട് നോക്കൂ, 1-bromo pentane. എന്താ ഈ 1-bromo pentane എന്ന് പറഞ്ഞാൽ? 1-bromo pentane എന്ന് പറഞ്ഞാൽ 5 കാർബണുള്ള ചെയിൻ ആണ്. അതിൽ അഞ്ചാമത്തെ കാർബണിന്റെ മുകളിൽ അല്ലെ ഒന്നാമത്തെ കാർബണിന്റെ മുകളിൽ Br ഉണ്ട് എന്ന് പറഞ്ഞാൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ ഒരു കാർബണിലേക്ക് ബോണ്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു പ്രൈമറി ഹാലൈഡ് ആണ്. അടുത്തത് 2-bromo pentane. എന്താ ഈ 2-bromo pentane എന്ന് പറഞ്ഞാൽ? 2-bromo pentane എന്ന് പറഞ്ഞാൽ 5 കാർബണുള്ള ചെയിനിൽ രണ്ടാമത്തെ കാർബണിന്റെ മുകളിൽ Br ഉണ്ട്. അപ്പോൾ ബ്രോമിൻ അറ്റാച്ച് ചെയ്ത കാർബൺ 2 കാർബണിലേക്ക് ബോണ്ടഡ് ആണ് എന്ന് പറയുമ്പോൾ എന്ത് ഹാലൈഡ് ആണ്? സെക്കൻഡറി ഹാലൈഡ് ആണ്. എന്താ SN2 റിയാക്ടിവിറ്റി ഓർഡർ? പ്രൈമറി ഗ്രേറ്റർ ദെൻ സെക്കൻഡറി ഗ്രേറ്റർ ദെൻ ടെറിഷറി. അപ്പോൾ ഏറ്റവും റിയാക്റ്റീവ് 2 ആണ്, ദെൻ 3 ആണ്, ദെൻ 1 ആണ്. 2 3 1 2 3 1 വരും. 2 3 ഇത് 1 ആണ്, 2 3 1 ആണ് കേട്ടോ. 2 3 1 ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. 2 3 1. ഓക്കെ.